ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഡെലിവറി ടൈമിൽ പാരൻസിൻ്റെ ഹെൽപ്പില്ലാതെ എങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഡെലിവറി സംബന്ധമായ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തത് എന്നതിനെക്കുറിച്ചാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് കമൻസായിട്ട് ചോദിച്ചായിരുന്നു അതൊന്ന് ഷെയർ ചെയ്യുമെന്നുള്ളത് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഫസ്റ്റ് ഡെലിവറി ടൈമിൽ കൊറോണ കാരണം എസ്സുവിൻ്റെ ടൈമിലായിരുന്നു നമുക്ക് കൊറോണ കാരണം പാരൻസിനെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അന്നത്തോടുകൂടി നമുക്ക് മനസ്സിലായി ഇപ്പോൾ കുട്ടികളുടെ കേസിനാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അതായത് ന്യൂ ബോൺസിൻ്റെ ആ ഒരു കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പാരൻസിൻ്റെ സഹായമില്ലാതെ നമുക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാവുന്നുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവൻ്റെ കാര്യങ്ങളിലായാലും നമ്മൾ പാരൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എസ്സുവിൻ്റെ ടൈമിൽ നമുക്ക് കൊറോണ വന്ന കാരണമാണ് നമ്മൾ കൊണ്ടുവരാഞ്ഞത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. എന്നിട്ട് സെക്കൻഡ് ഇപ്പോൾ ഇവൻ്റെ ടൈമായപ്പോൾ നമ്മൾ ആ കുറവുകളൊക്കെ നികത്തി എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാതും നല്ല സ്മൂത്തായിട്ട് പോയായിരുന്നു, വലിയ പ്രോബ്ലംസ് ഒന്നും തോന്നിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറേ പേര് ഇങ്ങനെ പാരൻസിനൊന്നും കൊണ്ടുവരാതെ ചെയ്യുന്നവരുണ്ട്, നമ്മൾ മാത്രമല്ല ആദ്യമായിട്ടൊന്നുമല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം പാരൻ്റൽ ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിൽ നിന്ന് ആരും കൊണ്ടുവരുന്നില്ല, നമ്മൾ രണ്ടുപേരാണ്, അതായത് ഹസ്ബൻഡും വൈഫും തന്നെയാണ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കണേ എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ലീവ്, പാരൻ്റൽ ലീവിന് അപ്ലൈ ചെയ്തെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ രണ്ടുപേരും വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പാരൻ്റൽ ലീവ് 3 വർഷം വരെ എടുക്കാം. ജർമ്മനിയിൽ, മറ്റ് രാജ്യങ്ങളിലത്തെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, ജർമ്മനിയിൽ 3 വർഷം വരെ അത് എടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ലീവിന് നമ്മൾ ഡ്യൂ ഡേറ്റിന് 7 ആഴ്ച മുൻപെങ്കിലും അപ്ലൈ ചെയ്തിടണം. അത് എത്ര മാസത്തേക്ക് എടുക്കണം എന്നുള്ളത് ഹസ്ബൻഡിനും വൈഫിനും കൂടി ഡിസൈഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ഞങ്ങളുടെ കേസിൽ ഞങ്ങളത് ചെയ്തിട്ടായിരുന്നു. ഞാൻ 2 ടൈമിലും വർക്കിംഗ് അല്ലായിരുന്നു, പക്ഷേ ഹസ്ബൻഡ് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ആൾ അതിന് ലീവിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം. ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇപ്പോൾ നമ്മൾ ഹസ്ബൻഡ് ഇപ്പോൾ ജോലിക്ക് പോകാതെ ലീവ് എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ശമ്പളം കിട്ടുമെന്ന് ചിലപ്പോൾ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവായിരിക്കാം. അപ്പോൾ പാരൻ്റൽ ലീവിന് നമ്മൾ 7 ആഴ്ച, അതായത് ഡ്യൂ ഡേറ്റിന് 7 ആഴ്ച മുൻപ് നമ്മൾ പാരൻ്റൽ ലീവിനായിട്ട് അപ്ലൈ ചെയ്തിടുക. ഇനി കുട്ടി ജനിച്ചതിന് ശേഷം പാരൻ്റൽ അലോവൻസ് കിട്ടാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിടുക. അതായത് ജോലിക്ക് പോയില്ലെങ്കിൽ കൂടിയും ഈ ഒരു ലീവ് എടുത്തിരിക്കുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടും. അതിനെക്കുറിച്ച് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്കിവിടെ ഹെബാമയുണ്ട്. ഹെബാമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡ് വൈഫ് നേഴ്സാണ്. മിഡ് വൈഫ് നേഴ്സ് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരു 4th അല്ലെങ്കിൽ 6th മന്തിനുള്ളിൽ തന്നെ നമ്മൾ അവർക്ക് വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് രജിസ്റ്റർ ചെയ്തിടണം. അപ്പോൾ അത് നമ്മൾ ചെയ്തായിരുന്നു. ഹെബാമയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡ് വൈഫ് നമ്മുടെ ഡെലിവറിക്ക് മുൻപും ഡെലിവറി കഴിഞ്ഞിട്ടും നമ്മളെ ശുശ്രൂഷിക്കാനായിട്ട് നമ്മളെയും കൊച്ചിനെയും കെയർ ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന നേഴ്സിനെയാണ് ഹെബാമ അല്ലെങ്കിൽ മിഡ് വൈഫ് നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ പ്രസവിച്ച് കിടക്കുന്ന അമ്മയുടെയും കുഞ്ഞിൻ്റെയും എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുളിപ്പിക്കുക, നാട്ടിലത്തെ പോലത്തെ പ്രസവരക്ഷ അങ്ങനത്തെ സംഭവങ്ങളല്ല. അവർ അതായത് നമ്മുടെ സ്റ്റിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചിൻ്റെ സ്റ്റിച്ച്, പിന്നെ ഫീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അങ്ങനത്തെ എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് പറഞ്ഞു തരും. ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്കറിയാത്തതാണ് എന്നുണ്ടെങ്കിൽ നമുക്കവർ കാണിച്ചു തരും ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് ഹെബാമയെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്തിടണം. ഏത് ഹോസ്പിറ്റലാണ് നമ്മൾ ഡെലിവറിക്ക് പോകുന്നത് ആ ഹോസ്പിറ്റൽ ഇത്രയും വീക്സ് ആകുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റ് കേസിൽ 36 വീക്കായപ്പോൾ തന്നെ ഞാൻ പോയി രജിസ്റ്റർ ചെയ്തിട്ടായിരുന്നു. സെക്കൻഡ് ടൈമിൽ ഇവൻ്റെ ടൈമിൽ ആദ്യത്തെ ഓൾറെഡി കഴിഞ്ഞ കാരണം രണ്ടാമത്തേതായ കാരണം 32 വീക്സിൽ തന്നെ എന്നോട് രജിസ്റ്റർ ചെയ്തിടാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടിയും നേരത്തെ ചേർത്ത് വെക്കണം. പിന്നെ ഞങ്ങൾ ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ് ഒക്കെ മുന്നേ കൂട്ടി തീർത്ത് വെച്ചായിരുന്നു. അതേപോലെ എനിക്ക് കഴിക്കാനുള്ള, അതായത് ഡെലിവറി കഴിഞ്ഞിട്ടും എനിക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡിൻ്റെ മെനു പ്ലാനൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. 34 തൊട്ട് 36 ആഴ്ച ഫസ്റ്റ് കേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിടണം കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾ ഷോപ്പിങ്ങും ചെയ്ത് വെച്ചായിരുന്നു. ഷോപ്പിങ്ങിൽ മെയിനായിട്ടും കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസും അതേപോലെ ഇപ്പോൾ എനിക്കായിട്ടും ആവശ്യം വരുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ വാങ്ങിച്ച് വെച്ചായിരുന്നു. ഇപ്പോൾ നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയും കുട്ടി ജനിക്കുന്നതിന് മുൻപ് ഒന്നും വാങ്ങിക്കാൻ പാടില്ല, കുട്ടിക്കായിട്ടൊന്നും വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ നമ്മളിവിടെ വേറെ ആരുടെയും സഹായമില്ലാതെ നമ്മൾ തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ഇവിടെ പ്രാക്ടിക്കലായിട്ട് അത് റെഡി ആവില്ല. അപ്പോൾ കുട്ടിക്ക് വേണ്ട ഐറ്റംസും നമ്മൾ വാങ്ങിച്ച് വെക്കണം. ആദ്യത്തെ ഒരു 2 മാസത്തേക്ക് വേണ്ട ഡ്രസ്സ്,
ഇപ്പോൾ ഡൈപ്പർ, അതേപോലെ വൈപ്സിൻ്റെ ആവശ്യമില്ല. ആദ്യത്തെ 3 മാസം വരെ കുട്ടിക്ക് വൈപ്സ് അല്ല, നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതായിരിക്കും നല്ലത്. കാരണം അവരുടെ സ്കിന്ന് സെൻസിറ്റീവ് ആയതുകൊണ്ട്. അതുകൊണ്ട് വൈപ്സ് വാങ്ങിച്ചില്ലെങ്കിലും ഡൈപ്പർ വാങ്ങിച്ച് വയ്ക്കുക, പിന്നെ ഡ്രസ്സ് വാങ്ങിച്ച് വയ്ക്കുക. പിന്നെ ഇപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ തന്നെ ആദ്യത്തെ 2 മാസത്തെ ഇവരുടെ സൈസിനുള്ളത് വാങ്ങിച്ചാൽ മതി. കാരണം ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടപടയെന്ന് വെച്ചാൽ വളരും. അപ്പോൾ സൈസിലൊക്കെ പെട്ടെന്നാണ് വ്യത്യാസങ്ങൾ വരിക. അപ്പോൾ അതിനനുസരിച്ച് ഡൈപ്പറും ഡ്രസ്സും വാങ്ങിച്ച് വെച്ചായിരുന്നു ഞങ്ങൾ. അതേപോലെ തന്നെ ഇപ്പോൾ സമ്മറും വിൻ്ററും ഓരോ സീസൺ അനുസരിച്ചുള്ള ഡ്രസ്സുകളാണ് വാങ്ങിക്കേണ്ടത്. വിൻ്റർ സീസൺ ആണെന്നുണ്ടെങ്കിൽ ജാക്കറ്റും സ്കൾ ക്യാപ്പൊക്കെ വാങ്ങിക്കണം. സമ്മറിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് വാങ്ങിക്കുക. പിന്നെ ബേബി സ്ലീപ്പിംഗ് ബാഗ്, ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്തിരുന്ന സ്ലീപ്പിംഗ് ബാഗ്, അങ്ങനത്തെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചായിരുന്നു. പിന്നെ എനിക്ക് ആവശ്യമായിട്ട് വരുന്ന ഫീഡിങ് ഡ്രസ്സ്, ഫീഡിങ് അണ്ടർ ഗാർമെൻറ്റ്സ്, അതേപോലെ പിന്നെന്താ പാഡ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചായിരുന്നു. എന്നിട്ട് നമ്മൾ 36 വീക്സ് ആയപ്പോൾ തന്നെ ഹോസ്പിറ്റൽ ബാഗ് എല്ലാതും ഒരുക്കി കഴിഞ്ഞായിരുന്നു കേട്ടോ. അതിലും ഈ പറഞ്ഞ പോലെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ നമ്മൾ കരുതണം എന്നുള്ളത്. അപ്പോൾ അത് വേണ്ടവർക്ക് ആ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം, ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കി വെച്ചായിരുന്നു. പിന്നെ നമ്മൾ ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് മെനു നമ്മൾ ഉണ്ടാക്കി വെച്ചായിരുന്നു. അതായത് ഡെലിവറി കഴിഞ്ഞ് വന്നതിന് ശേഷം എന്ത് ഫുഡൊക്കെയാണ് ഞാൻ കഴിക്കേണ്ടത്, അതിന് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കണം, അത് ഏതൊക്കെ സ്റ്റോറിൽ നിന്ന് നമ്മൾ വാങ്ങിക്കണം എന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി ഒരു പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു. കാരണം ഫസ്റ്റത്തെ കേസിൽ ഡെലിവറി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ആകെ കിളിപ്പോയൊരവസ്ഥയായിരുന്നു. നമ്മൾ എന്ത് കഴിക്കും, എന്ത് എവിടെ നിന്ന് വാങ്ങിക്കും, അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിരുത്താനായിട്ട് അതൊരു എക്സ്പീരിയൻസ് കിട്ടി. കാരണം രണ്ടാമത്തെ കേസിൽ നമ്മൾ ഓൾറെഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇത്, ഉച്ചയ്ക്ക് സ്നാക്കായിട്ട് ഇങ്ങനത്തെ ഫുഡ്, അങ്ങനെ ഞാൻ വേണമെങ്കിൽ മെനു പ്ലാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ മെനു പ്ലാൻ ഞങ്ങൾ ചെയ്ത് വെച്ചത് ഇങ്ങനെയാണ്. ഇതിനേക്കാൾ നന്നായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മെനു പ്ലാൻ ഉണ്ടാക്കി വെച്ച് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മുന്നേ വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് കേടായി പോവാത്ത ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി, ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോറൊക്കെ അടുത്തില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം തന്നെ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഡെലിവറിക്ക് മുൻപ് തന്നെ ചെയ്ത് കഴിയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ വന്നിട്ട് നിങ്ങളുടെ മാരേജ് ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേഗം ചെയ്ത് തീർക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്താണ് സംഭവിക്കുക, പ്രഗ്നൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേലും എപ്പോൾ വേണേലും സംഭവിക്കാം. അതുകൊണ്ട് എല്ലാതും നല്ല ഓക്കെ ആയിട്ട് തന്നെ പോകും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തിനും വേണ്ടി എപ്പോഴും പ്രിപ്പയർ ചെയ്തിരിക്കണം. ഒന്നും പെൻഡിങ്ങിലോട്ട് വെക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ എന്തെങ്കിലും ഓഫീസിൽ പോയിട്ട് അപ്ലൈ ചെയ്യാനുള്ളതിന് ബ്യൂറോക്രസി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തീർത്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പാടാണ്. അതേപോലെ എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അതായത് എന്തെങ്കിലും ഇപ്പോൾ മാരേജ് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറൊക്കെ നടക്കാനായിട്ട് ഇത്തിരി കൂടിയും ടൈം എടുക്കും. അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിടാനുണ്ടെങ്കിൽ അത് മുൻകൂട്ടി തന്നെ ചെയ്തിടുക, ഒന്നും പെൻഡിങ്ങിലോട്ട് വെക്കരുത്. അതേപോലെ നമ്മളോട് മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഒരു അവകാശം അമ്മയ്ക്ക് മാത്രമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുക. ഇപ്പം ഞങ്ങളുടെ കേസിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോയിൽ പറഞ്ഞത്. ഇനി ബേബിക്കായിട്ട് നമ്മൾ ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ സെക്കൻഡ് ടൈമിൽ ഞാൻ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയതാണ് കേട്ടോ. ഈ കുട്ടിക്കായിട്ട് നമുക്ക് ബാത്ത് ടപ്പ്, അതായത് സ്റ്റാൻഡോട് കൂടിയുള്ള ഒരു ബാത്ത് ടപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ്. കാരണം എനിക്ക് തന്നെ ഇപ്പോൾ ഒറ്റയ്ക്ക് കുട്ടീനെ കുളിപ്പിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റിയായിരുന്നു ആ ഒരു ബാത്ത് ടപ്പ് ഉള്ളതുകൊണ്ട്. അതേപോലെ ഇവരുടെ ഡൈപ്പറും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ടൊരു എന്താ പറയുക, ഒരു ടേബിൾ വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഡൈപ്പർ ചേഞ്ചിങ് ടേബിൾ നല്ലതാണ്, യൂസ്ഫുള്ളാണ്. നമ്മുടെ നടുവിനൊന്നും കുനിയാതെ വേദനയൊന്നും എടുക്കാതെ നമുക്ക് ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്യാം, ഒറ്റയ്ക്ക് തന്നെ അതൊക്കെ ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ അത് രണ്ടും എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയായിരുന്നു. അതേപോലെ കുട്ടിക്ക് വേണ്ട കാർ സീറ്റ്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ വേണ്ട കാർ സീറ്റ് വാങ്ങിച്ച് വെക്കണം. അതേപോലെ സ്ട്രോളർ, ഇപ്പോൾ കുട്ടീനെയും കൊണ്ട് നമ്മൾ എന്തായാലും വാക്സിനും ചെക്കപ്പിനൊക്കെ വേണ്ടി പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ കുട്ടീനെ കൊണ്ട് വിൻ്റർ ടൈമൊക്കെ ആണ്, അല്ലെങ്കിൽ സമ്മറിലാണെങ്കിലും ഇവിടെ ആരും കുട്ടീനെ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ ഒക്കത്ത് വെച്ച് അല്ലെങ്കിൽ എടുത്ത് കൊണ്ട് നടക്കണ ഒരു പരിപാടിയില്ല. എല്ലാവരും സ്ട്രോളറാണ് ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് കുറച്ചുകൂടിയും പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ
സ്ട്രോളർ നമുക്ക് വാങ്ങിക്കാം. അത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 3 മാസത്തേക്ക് ബേബി സ്ട്രോളർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം എക്സ്പെൻസീവാണ് കുട്ടികളുടെ എല്ലാ ഐറ്റംസും ഇവിടെ. അപ്പോൾ വാങ്ങിക്കുമ്പോൾ എന്തായാലും ഒരു ഫ്യൂച്ചറിലോട്ട് ഇത്ര കാലം ഓടും എന്നുള്ള ഐറ്റംസ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 2 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു 3 മാസത്തേക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഐറ്റംസ് പൊതുവേ നോക്കി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതല്ല പുതിയ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കാം. ഇപ്പം ഇവൻ്റെ കേസിൽ നമ്മളിവിടെ ഫ്രണ്ട്സിൻ്റെ നിന്ന് ഉള്ളത് നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്തിരുന്നത്. കാരണം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോഴേക്കും നമ്മൾ വാങ്ങിച്ച സാധനങ്ങളുടെ ആവശ്യം നമുക്ക് കഴിയും. പിന്നെ അതിന് ഒരു ഉപയോഗമില്ലാണ്ടോ. പിന്നെ അത് നമുക്ക് രണ്ടാമത്തെ കുട്ടിക്ക് കൊടുക്കാം എന്നാണ് ഒരു ഇത് വരുന്നത്, അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് വരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അത് യൂസ്ലെസ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഡെലിവറിക്ക് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരാൾ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. കാരണം എൻ്റെ ഫസ്റ്റ് കേസിൽ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഇവൻ്റെ ടൈമിൽ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ എനിക്കത് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ നമ്മുടെ കൂടെ ഒരാളുള്ളതാണ് നല്ലത്. ഇവൻ്റെ ടൈമിൽ ഹസ്ബൻഡിനെ കൂടെ നിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യസുവിനെ അവരവിടെ, അതായത് കുട്ടികൾ ഇത്ര വയസ്സുള്ള കുട്ടികളെ ഹോസ്പിറ്റലിൽ അവർ നിർത്തില്ല, നമ്മുടെ കൂടെ നിർത്തില്ല. അതുകൊണ്ട് ആണ് നിൽക്കാനത്. പിന്നെ എനിക്കത് വലിയ പ്രശ്നമല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാം എന്നുള്ളൊരു ഇതായിരുന്നു. ആരും കൂടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു കൂടെ വേണം എന്നുണ്ടായിരുന്നു. പക്ഷേ സിറ്റുവേഷൻ അതായതുകൊണ്ട് എനിക്കത് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഹസ്ബൻഡിന് നിൽക്കാം എന്നുണ്ടെങ്കിൽ നിർത്തുന്നത് തന്നെയാണ് നല്ലത്. എല്ലാ ഹോസ്പിറ്റലും സിറ്റുവേഷൻസും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ നമുക്ക് നേഴ്സുമാരെ പെട്ടെന്ന് വിളിക്കാം, അവർ പെട്ടെന്ന് വരും എന്നെനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് സെക്കൻഡ് ഡെലിവറി ടൈമിൽ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് അത്രയും നല്ലതായിരുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയത്. ആദ്യത്തെ കേസിൽ ഓക്കെ നല്ലതായിരുന്നു, എല്ലാം കൊണ്ടും നല്ല പെർഫെക്റ്റ് ആയിരുന്നു. റോബിൻ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കെയറും എല്ലാതും അടിപൊളിയായിരുന്നു. പക്ഷേ രണ്ടാമത്തെ കേസിൽ എനിക്ക് കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെ ഒരാളുണ്ടായിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ നമ്മൾ ഡിസ്ചാർജായി വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം ഹെബാമ, അതായത് മിഡ് വൈഫ് നേഴ്സ് നമ്മുടെ വീട്ടിലോട്ട് വരും. അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള കെയർ തന്നു തുടങ്ങും. അപ്പോൾ അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ യസുവിൻ്റെ ടൈമിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനും ഇവൾക്കും കാര്യങ്ങൾ എല്ലാതും വ്യത്യാസമായിരുന്നു. ഇപ്പോൾ യസുവിൻ്റെ ടൈമിൽ അവൾക്ക് എന്താ പറയുക, ഡൈപ്പറിൽ ചെറുതായിട്ട് ബ്ലീഡിങ് ഒക്കെ കണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യമായിട്ട് അത് കാണുമ്പോൾ ഒക്കെ പേടിയാണ്. അപ്പോൾ നമ്മളത് എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബ് നോക്കാതെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നേഴ്സ് ആരാണോ ആ ഹെബാമോട് ചോദിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറോട് ചോദിക്കുക എന്നാണ് ചെയ്യേണ്ടത്. അപ്പം ഞങ്ങളും അത് തന്നെയാണ് ചെയ്തത്. ആദ്യം നമ്മൾ ഹെബാമോട് ചോദിച്ചു. അപ്പോൾ അത് കുട്ടികൾക്ക് വരുന്ന, പെൺപിള്ളേർക്ക് വരുന്ന മിനി മെൻസസ് എന്നാണ് അതിനെ പറയുന്നത്. കുഞ്ഞൊരു ബ്ലീഡിങ് ആണ് കണ്ടത്. ഇപ്പോൾ ഇവൻ്റെ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇസാക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ്ങിൽ അതിന് പകരം ഓറഞ്ച് കളറാണ് കണ്ടത് ഡൈപ്പറിൽ. അപ്പോൾ നമ്മൾ ഇതെന്താണ് സംഭവം നമുക്കറിയില്ല. ഇപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ നേഴ്സായാൽ പോലും എനിക്ക് ഇത് ഇങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇത് കണ്ടിട്ടും പഠിച്ച സമയത്ത് എപ്പോഴോ പഠിച്ചെന്നുള്ളൊരു തന്നെയുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ കുട്ടികളെ നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ നമ്മളിത് ഗൂഗിൾ ഇത് നോക്കാതെ നമ്മുടെ എന്താ പറയുക നേഴ്സിനോടാണ് ചോദിച്ചത്. അപ്പോൾ ആൾ പറഞ്ഞത് എന്തോ യൂറിൻ റിലേറ്റഡ് എന്തോ ഒരു സംഭവമായിരുന്നു അങ്ങനെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വീട്ടിൽ അമ്മമാരോട് അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ എന്താ പറയുക ഗൂഗിൾ ഇത് നോക്കണേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഇത് നോക്കാം, എങ്കിലും 100% ഗൂഗിളിനെ വിശ്വസിക്കാണ്ടിരിക്കുക. അതിനും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള നേഴ്സും ഈ ഹെബാമോടോ അല്ലെങ്കിൽ ഡോക്ടറോടോ അല്ലെങ്കിൽ ഇവരുടെ കിൻഡർ ആർട്സ് ഉണ്ടായിരിക്കും, അവരോടൊക്കെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. അത് ഞങ്ങൾ ഈ 2 സിറ്റുവേഷനിൽ നിന്നും പഠിച്ചൊരു കാര്യമാണ് കേട്ടോ. ഇനി അടുത്തത് പ്രസവരക്ഷ സംഭവത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. ഞാൻ 2 ഡെലിവറി കഴിഞ്ഞിട്ടും ഈ മരുന്നുകൾ കഴിക്കുക അങ്ങനത്തെ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല.
അതിനിവിടെ എനിക്ക് പറ്റിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഇപ്പം നിങ്ങൾക്കതിന് ഇപ്പോൾ കഴിക്കുന്നത് നല്ലതാണോ അതോ അത് കഴിക്കുന്നതാണോ നല്ലത്, കഴിക്കാതിരിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കതിവിടെ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് ആക്ച്വലി സിസേറിയൻ ആയിരുന്നു എനിക്ക്. അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാവരും പറഞ്ഞിരുന്നത് അനങ്ങരുത്, ഒന്നും ചെയ്യിപ്പിക്കരുത്, അനങ്ങാൻ പാടില്ല, നീണ്ടു നിവർന്ന് ബെഡിൽ കിടക്കണം, അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടത് കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ബെഡിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അധികം നടക്കാനോ ഇരിക്കാനോ ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഡെലിവറി കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ബ്ലഡ് ക്ലോട്ടായി ഇൻഫെക്ഷൻ വന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഡെലിവറിക്ക് ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ സിസേറിയൻ, എൻ്റെ രണ്ടാമത്തതും സിസേറിയൻ തന്നെയായിരുന്നു. രണ്ടാമത്തെ സിസേറിയൻ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ ഈ സിസേറിയൻ കഴിഞ്ഞിട്ടൊരു ആദ്യത്തെ ഒരു എഴുന്നേൽപ്പുണ്ട്, നമ്മുടെ എന്താ പറയുക, ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതും ബാത്റൂമിലോട്ട് നമ്മൾ ആദ്യമായിട്ട് പോകുന്നതൊക്കെ അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. എങ്കിലും ആ ഒരു ടൈമിൽ നേഴ്സുമാർ പിടിക്കാതെ തന്നെ ഞാൻ ബെഡിൽ നിന്ന് തന്നെ എഴുന്നേറ്റ്, പിന്നെ ബെഡിൽ നിന്ന് കാലെടുത്ത് അടിയിൽ വെച്ച് ബെഡിൽ നിന്ന് നമ്മൾ എഴുന്നേക്ക് നടക്കണമല്ലോ, ആ ഒരു ടൈമിൽ മാത്രമാണ് നേഴ്സ് എന്നെ പിടിച്ചത്. എന്നിട്ട് ടോയ്ലറ്റിൽ കൊണ്ടിരുത്താനുമാണ് നേഴ്സ് എന്നെ പിടിച്ചത്. അതല്ലാതെ ബെഡിൽ നിന്ന് തന്നെ ചെരിഞ്ഞ് എഴുന്നേറ്റത് ഞാൻ തന്നെയാണ്. അത് ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ട് നമുക്കത് പറഞ്ഞു തരും. നമ്മൾ ഡീപ് ബ്രീത്ത് എടുത്ത് ഇൻഹേൽ ചെയ്ത് എക്സേൽ ചെയ്ത് നമ്മൾ തന്നെ എഴുന്നേൽക്കുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയത്. ആദ്യത്തെ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ റോബിൻ എപ്പോഴും ബെഡിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ എടുക്കുമായിരുന്നു. അതായത് ഉണ്ണികൾ എടുക്കില്ല, അതേപോലെ തന്നെ എന്നെയും എടുക്കുമായിരുന്നു. അങ്ങനെ എടുത്ത് റോബിൻ്റെ നടു ഒടിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കത് യൂസ്ഫുള്ളായെന്ന് ചോദിച്ചാൽ എനിക്ക് യൂസ്ഫുള്ളായില്ല. എനിക്ക് ബ്ലഡ് ക്ലോട്ട് ആവുകയാണ് ചെയ്തത്. അതുകൊണ്ട് രണ്ടാമത്തെ കേസിൽ ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ തന്നെയാണ് ബെഡിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ ഇൻഹേൽ ചെയ്തും എക്സേൽ ചെയ്തും അതവർ ഫിസിയോതെറാപ്പിസ്റ്റ് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ഞാൻ എഴുന്നേറ്റു, ബാത്റൂമിൽ പോയി. പിന്നെ ഇത് യൂറിൻ നമുക്ക് കത്തീറ്റർ ഇടും സിസേറിയൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ കത്തീറ്ററിൻ്റെ പ്രശ്നം ഞാനിതേപോലെ കത്തീറ്റർ ഊരി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ടോയ്ലറ്റിൽ പോയി ഇരുന്ന് യൂറിൻ പാസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയുക ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കാറി പൊളിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാത്ത കാരണം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ കത്തീറ്റർ ഊരി കഴിഞ്ഞതിന് ശേഷം 2 മണിക്കൂറുടെ വിട്ട് നന്നായി വെള്ളം കുടിച്ച് ടോയ്ലറ്റിൽ പോയിരുന്ന് ഞാൻ തന്നെ ഇപ്പോൾ അത്യാവശ്യത്തിന് ആദ്യത്തെ ഒരു 2-3 വട്ടം ഞാൻ നേഴ്സുമാരെ വിളിച്ചു ഹെൽപ്പിനായിട്ട്. പിന്നെ അവർ തന്നെ പറഞ്ഞു തന്നെ പോയി ഇരുന്നോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞവർക്ക് നോർമലിൻ്റെ കേസ് എനിക്ക് അറിഞ്ഞുകൂടാ. സിസേറിയൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. കത്തീറ്ററൊക്കെ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 2 മണിക്കൂർ കൂടുമ്പോൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് വെള്ളം കുടിച്ച് ബാത്റൂമിൽ പോയി ഇരുന്ന് യൂറിനേറ്റ് ആവാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് ബെഡിൽ കിടന്ന പോലെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ബെഡിൽ അങ്ങനെ എപ്പോഴും നീണ്ടു നിവർന്ന് കിടന്നില്ല. ഇപ്പം ഞാൻ താമസിക്കുന്നത് 4ാമത്തെ നിലയിലാണ്. അപ്പോൾ ആ ഒരു കൺസേൺ നമുക്ക് ഉണ്ടായിരുന്നു. അതായത് 4 നില കയറണമല്ലോ, അതായത് ഇവിടെ ലിഫ്റ്റില്ല, നമ്മൾ 4 നില കയറിയിട്ട് വേണം ഇവിടെ വീട്ടിലെത്താനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഇത് എങ്ങനെ കയറും എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു. സിസേറിയൻ കഴിഞ്ഞിട്ട് സ്റ്റിച്ച് വെച്ച് ഞാൻ എങ്ങനെ 4 നില കയറും എന്നുള്ളത്. പക്ഷെ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 4 നില കയറുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പതുക്കെ കയറിയാൽ മതി, ഫാസ്റ്റായിട്ട് കയറരുത്. അതുപോലെ പതുക്കെ നമുക്ക് നടക്കാം, വലിയ ഭാരപ്പെട്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ ഞാനത് ആദ്യത്തെ ടൈമിൽ നമ്മളങ്ങനെ നടത്തമുണ്ടായിരുന്നില്ല. പക്ഷെ 4 നിലയൊക്കെ കുഴപ്പമില്ലാണ്ട് കയറി. രണ്ടാമത്തെ ടൈമിലും 4 നില കയറുന്നതൊന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ല. പതുക്കെ കയറിയപ്പോൾ എനിക്കങ്ങനെ വേദനയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നടത്തത്തിൻ്റെ കാര്യമാണ് എനിക്ക് സെക്കൻഡ് ടൈമിൽ നല്ല എഫക്റ്റീവായിട്ട് തോന്നി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കിടന്നില്ല, അതിന് പകരം അത്യാവശ്യത്തിന് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നായിരുന്നു. എപ്പോഴും കിടക്കാതെ പതുക്കെ ഞാൻ നടന്നായിരുന്നു. അങ്ങനെ നടന്ന കാരണം കൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക ബ്ലഡ് ക്ലോട്ടിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേഴ്സുമാർ ഇവിടെ വരുന്ന മിഡ് വൈഫ് നേഴ്സ് ഈ വെള്ളം, അതായത് നമ്മുടെ ബ്ലഡ് പോകാനായിട്ടുള്ള ടീ അല്ലെങ്കിൽ പാല് ഇല്ലാന്നുണ്ടെങ്കിൽ പാല് വരാനായിട്ടുള്ള ടീ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് തരും. ഹെർബൽ ടീ അവർ നമുക്ക് തരും. അത് അവർ തരുന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക. അവർ പറയുന്ന രീതിയിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മളത് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ
അത്യാവശ്യത്തിന് നമ്മൾ നടക്കുക എന്ന് വിചാരിച്ച് ഭയങ്കര നടത്തല്ല, അത്യാവശ്യത്തിന് റെസ്റ്റ് എടുക്കുക. അതല്ലാതെ എപ്പോഴും ബെഡ് റെസ്റ്റ് ആയിട്ട് ഇരിക്കാതെ അത്യാവശ്യത്തിന് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലോട്ട് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് വരാതെ ശ്രദ്ധിക്കാം. നാട്ടിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രസവരക്ഷ ഈ മരുന്നുകളൊക്കെ കഴിക്കണം, കാരണം ആ ബ്ലഡ് പോവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു സാധനം കിട്ടാത്തത് കൊണ്ട് നമ്മൾ കിടന്ന കിടപ്പ് കിടക്കാൻ പാടില്ല, ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കണം. നടന്നാൽ മാത്രമാണ് നമ്മുടെ ബാക്കിയുള്ള ബ്ലഡ് പോവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ കട്ട പിടിച്ചിരിക്കും, നമുക്ക് ഇൻഫെക്ഷൻ വരും, എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യത്തിന് നടക്കുന്നതാണ് നല്ലത്. അതാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ച കാര്യമാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം കുട്ടിയുടെ കാര്യം നമുക്ക്, അതായത് അമ്മമാർക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ. ഡയപ്പർ മാറ്റുന്നതും അവരെ കുളിപ്പിക്കുന്നതും ഇതെല്ലാം ഹെബാമ നമുക്ക് ചെയ്തു തരും, നമുക്ക് കാണിച്ചു തരും, ചിലർ ചെയ്തു തരും. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ സ്റ്റിച്ചിൻ്റെ ഒരു വേദനയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ചെയ്യാവുന്നതുള്ളൂ. ഇത് കഴിഞ്ഞ് പിന്നെ പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമുക്കിവിടെ ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. കിൻഡർ ഗൾഡ്, L10 ഗൾഡ്, ഇപ്പോൾ അമ്മമാർ വർക്ക് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മുട്ടർ ഷാഫ്റ്റ് ഗൾഡ്, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഏതല്ലാതും നമ്മൾ കുട്ടി ജനിച്ച് ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം, എന്നെങ്കിൽ മാത്രമാണ് നമുക്കതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിനെല്ലാം നമ്മൾ പെൻഡിങ് വെക്കാതെ അതല്ലാതെ നമ്മൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിടാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകും. അപ്പോൾ അതിപ്പോൾ ഹസ്ബൻഡിന് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല ഇപ്പോൾ 2 പേർക്കും കൂടി ഒരുമിച്ചിരുന്ന് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഞങ്ങളുടെ സിറ്റുവേഷനിൽ ഞാൻ കുട്ടിയുടെ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കും, റോബിൻ ഷോപ്പിങ്ങിന് പോവും, എനിക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കി തരും, വീട് ക്ലീൻ ചെയ്യും, പിന്നെ ഇങ്ങനത്തെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സൊക്കെ റോബിനാണ് ചെയ്തിരുന്നത്. എൻ്റെ കേസിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബാത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് ഒന്നിട്ട് തരാനും പിന്നെ പാഡ് ചേഞ്ച് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ റോബിൻ എന്നെ സഹായിച്ചിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ന്യൂ ബോൺ സ്റ്റേജിൽ നമ്മൾ കുട്ടീനെ അല്ലെങ്കിൽ അമ്മേനെ വിസിറ്റ് ചെയ്യാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കിവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം തോന്നിയത് അത് തന്നെയാണ്, ഒരു പോസിറ്റീവ് സൈഡ് തോന്നിയത് അത് തന്നെയാണ്. അധികം വിസിറ്റേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഉള്ള ഫ്രണ്ട്സ് തന്നെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ തന്നെ ഫോൺ വിളിച്ച് വിഷ് ചെയ്യാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മളെല്ലാം സെറ്റായി കഴിഞ്ഞ് ഓക്കെ ആയപ്പോഴാണ് അവർ വിസിറ്റിങ്ങിനൊക്കെ വന്നത്. അപ്പോൾ അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് പ്രസവിച്ച് കിടക്കുന്ന അമ്മേനെയും കുഞ്ഞിനെയും അവർ ബർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ പോയി വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഇൻഫെക്ഷൻ കിട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ്. അത് നമ്മൾ അവരെന്നെ എന്താ പറയുക, ഹെൽപ്പ് ചെയ്യണേക്കാളും പകരം ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം അവർക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെയാണ് കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ. അത് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ചെയ്തു തന്നായിരുന്നു. അവർ വിസിറ്റ് ചെയ്യണേക്കാളും പകരം ഞങ്ങൾക്ക് ആവശ്യത്തിനായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി തരാം, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡെലിവറിക്ക് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങളും ഡെലിവറി കഴിഞ്ഞിട്ടും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല സ്മൂത്തായിട്ട് പോകും. അതായത് ഹസ്ബൻഡ് ലീവ് എടുത്തിരിക്കേണ്ട വരും, ആൾ തന്നെ കുക്കിംഗ് ചെയ്യേണ്ടി വരും, ക്ലീനിങ് ചെയ്യേണ്ടി വരും, കൊച്ചിനെ നോക്കേണ്ടി വരും, ഷോപ്പിങ്ങിന് പോകേണ്ടി വരും, പിന്നെ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സിന് എല്ലാതും അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സെൽഫായിട്ട് ഇതൊക്കെ ചെയ്യാവുന്നതുള്ളൂ. അതല്ല ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാരൻസിൻ്റെ ഹെൽപ്പും കൂടി നോക്കാം. പാരൻസിൻ്റെ ഹെൽപ്പ് അവർക്ക് നമ്മളെ നോക്കാം, അല്ലെങ്കിൽ വീട്ടിലത്തെ ഷോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ, കുക്കിംഗ്, ക്ലീനിങ്, ഇതൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം. നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്കങ്ങനെ നമ്മളല്ലാതെ അങ്ങനെ പ്ലാൻ ചെയ്ത് ആ ഒരു സമയത്തിന് തന്നെ എല്ലാം ചെയ്ത് തീർത്ത കാരണം എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഞാനും ജസ്റ്റ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്നുള്ളൂ. കുറച്ച് പേര് കമൻസിൽ ചോദിച്ച കാരണം ഷെയർ ചെയ്തതാണ്. ഇതിപ്പോൾ ഇവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.